ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ 2026 ഏപ്രിൽ 19 ഞായറാഴ്ച അക്ഷയ തൃതീയയാണ്. അന്നത്തെ ദിവസം ഏറ്റവും എളുപ്പത്തിൽ ഒരു വർഷം നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ട് ചെയ്തു വെക്കേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചും മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചും അതേപോലെ വാങ്ങേണ്ടുന്ന ചില എളിയ വസ്തുക്കളെക്കുറിച്ചുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപായിട്ട് ഏപ്രിൽ 19 20 അക്ഷയ തൃതീയ എന്നുള്ള ഒരു സംശയം കൂടി കുറച്ചു പേർക്കുണ്ട്. അതിനുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, ഇന്ന് വൈശാഖ മാസം ആരംഭമാണ്. 2 വീഡിയോസ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. 2 പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതും കണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ആദ്യം തന്നെ അക്ഷയ തൃതീയ എന്നാണെന്നുള്ളത്. സാധാരണ വർഷങ്ങളിൽ തൃതീയ തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസം, അതാണ് നമ്മൾ അക്ഷയ തൃതീയ ആയിട്ട് കൊണ്ടാടുന്നത്. പക്ഷേ ഈ വർഷം ഇത് രണ്ടും 2 ദിവസമാണ്. അതായത് തൃതീയ തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ഏപ്രിൽ 19 ഞായറാഴ്ച രാവിലെ 10:29 ആരംഭിച്ചിട്ട് പിറ്റേ ദിവസം ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 7:25 അവസാനിക്കും. എന്നാൽ രോഹിണി നക്ഷത്രമാവട്ടെ ഏപ്രിൽ 20 തിങ്കളാഴ്ച അതികാലെ 4:30 ആരംഭിക്കുന്നത്. അപ്പം ഈ ഒരു തൃതീയ തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചുള്ളത് തിങ്കളാഴ്ച വെറും 2-3 മണിക്കൂറുകൾ മാത്രമാണ്. നമ്മൾ തൃതീയ തിഥിയെയാണ് അക്ഷയ തൃതീയ ആയിട്ട് കൊണ്ടാടുന്നത് എന്നതുകൊണ്ട് തന്നെ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് അക്ഷയ തൃതീയ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ രോഹിണി നക്ഷത്രത്തെയാണ് അവർ അക്ഷയ തൃതീയ ആയിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആഘോഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലും ഇവിടെ മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ ഞങ്ങൾ 19 ഞായറാഴ്ചയാണ് അക്ഷയ തൃതീയയായിട്ട് കൊണ്ടാടുന്നത്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ 19 ഞായറാഴ്ച രാവിലെ 10:29 മുതൽ ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 7:20 ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് അക്ഷയ തൃതീയ എന്നുള്ളത്? അക്ഷയ തൃതീയ എന്ന് പറയുന്നത് ഒരുപാട് അധികം മഹത്തരമായിട്ടുള്ള ഒരു ദിവസമാണ്. കുറച്ച് കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു പുണ്യദിനമാണ് ഈ ഒരു അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ച ദിവസമായിട്ടും അക്ഷയ തൃതീയയെ കണക്കാക്കാറുണ്ട്. അതേപോലെ തന്നെ ത്രേതായുഗത്തിൻ്റെ ആരംഭമായിട്ടും കുബേരന് തൻ്റെ സമ്പത്ത് തിരികെ ലഭിച്ച ദിവസമായിട്ടും സാക്ഷാൽ പാർവതീദേവി കാശിയിൽ അന്നപൂർണേശ്വരിയായിട്ട് അവതരിച്ച ദിവസമായിട്ടും അതേപോലെ വേദവ്യാസൻ മഹാഭാരതം എഴുതാൻ ഗണപതി ഭഗവാനെ സമീപിച്ച് അത് പറഞ്ഞുകൊടുത്ത ആ ഒരു ദിവസമായിട്ടും ദ്രൗപദി സൂര്യഭഗവാനിൽ നിന്ന് അക്ഷയപാത്രം സ്വന്തമാക്കിയ ദിവസമായിട്ടും ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലോട്ട് ആനയിച്ച ദിവസമാണ് അക്ഷയ തൃതീയ എന്നും, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര മഹത്തരമായ കർമ്മങ്ങൾ നടന്ന ദിവസമാണ് അക്ഷയ തൃതീയ. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കും സത്കർമ്മങ്ങൾക്കുമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. അതുമാത്രവുമല്ല, തൃതീയ എന്നാൽ ഇവിടെ അർത്ഥം എന്ന് പറയുന്നത് 3ാമത്തെ ചന്ദ്രഭഗവാന്റെ ദിവസം എന്നാണ്. അക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷയമില്ലാത്തത്, നാശമില്ലാത്തത് എന്നാണ്. അപ്പം എത്ര ദരിദ്രനാണെങ്കിലും, എത്ര ഉള്ളവനാണെങ്കിലും, എത്ര പാപം ചെയ്തവനാണെങ്കിലും, എത്രമാത്രം പുണ്യം ചെയ്തവനാണെങ്കിലും അക്ഷയ തൃതീയ ദിവസം ഒരുവൻ ചെയ്യുന്ന ഒരു ചെറിയ പുണ്യകർമ്മത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് പോലും നമ്മൾ ആരും ചിന്തിക്കുന്നതിനേക്കാൾ ഇരട്ടി അധികമായിരിക്കും. അതായത് അന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും വെറുതെ പാഴായി പോവില്ല എന്നാണ് പറയുന്നത്. ഇപ്പം സ്വർണം വെള്ളി മേടിക്കുക എന്നത് മാത്രമല്ല, സ്വർണം വെള്ളി വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് മഹാലക്ഷ്മിയുടെ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾക്കും ഇതേ ഐശ്വര്യം തന്നെ നമുക്ക് കൊണ്ടുവന്ന് ചേർക്കാനായിട്ട് സാധിക്കും. അതായത് 12 രാശികളിൽ 11ാമത്തെ രാശി എന്ന് പറയുന്നത് കടത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ 4ാമത്തെ രാശി കുലദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 രാശികളിലും ഉച്ചമാകുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. ഈ സൂര്യനും ചന്ദ്രനും ഒരേപോലെ ഒരു ദിവസം ഉച്ചമാകുന്നതാണ് അക്ഷയ തൃതീയ. ഈ അക്ഷയ തൃതീയയുടെ അന്ന് സൂര്യനും ചന്ദ്രനും സമാസമമാകും അവരുടെ ശക്തി എന്നാണ് പറയുന്നത്. ഒരാൾക്കും കൂടുതലുമില്ല, ഒരാൾക്കും
കുറവുമില്ല. സാധാരണയായി രോഹിണി നക്ഷത്രത്തിലാണ് ഈ ഒരു അക്ഷയ തൃതീയ വരുന്നത് എന്നതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രത്തിൽ വലിവടയുന്ന ഗ്രഹം രാഹു ആയതുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ രാഹുവിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വായാണ് എന്നതുകൊണ്ടും തന്നെയാണ് നമ്മൾ അന്നദാനം മഹത്തരമാണ് അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. ഇപ്രാവശ്യം കാർത്തിക നക്ഷത്രത്തിലാണ് അക്ഷയ തൃതീയ വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ മഹത്തരം കുറയുന്നില്ല. കാർത്തിക നക്ഷത്രത്തിൽ വരുന്ന അക്ഷയ തൃതീയയും വളരെയധികം ഫലവത്താണെന്നാണ് പറയുന്നത്. ശരീരത്തിൽ രാഹു എന്ന് പറയുന്നത് എന്താണ്? വായാണ്. അതുകൊണ്ട് തന്നെ അക്ഷയ തൃതീയ ദിവസം എത്ര പേർക്ക് നമുക്ക് അന്നദാനം ചെയ്യാൻ സാധിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ഐശ്വര്യവും കൂടുക തന്നെ ചെയ്യും. സ്വർണം മേടിക്കുക, വെള്ളി മേടിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും അവസാനം ചെയ്യണം. അക്ഷയ തൃതീയയുടെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് ഇപ്രാവശ്യം അക്ഷയ തൃതീയ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതിനുശേഷം അക്ഷയ തൃതീയ ദിവസം അക്ഷയ പാത്രം നിറച്ച് അത് കയ്യിലെടുത്ത് കിഴക്കോട്ട് ഫേസ് ചെയ്ത് നിന്ന് അതിനെ നോക്കി, അതിനുള്ളിലോട്ട് നോക്കി, ആ ജലത്തിൽ നോക്കി നമ്മൾ നമ്മുടെ ആഗ്രഹം പറയണം. അപ്പം ജലത്തിന് പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ വലിച്ചെടുത്ത് അത് നടത്തിത്തരാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് അക്ഷയ പാത്രം കൂടിയാകുമ്പോൾ അതിന് ഫലം കൂടുതലായിരിക്കും. പിന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി, അതായത് നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി പ്രാർത്ഥിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അന്നദാനം ചെയ്യാൻ, ക്ഷേത്ര ദർശനം ചെയ്യാൻ. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തിയതിന് ശേഷം അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളും കഴിപ്പിച്ച് അന്നദാനം ചെയ്യണം. അന്നദാനം അപ്പം ഞാൻ പറഞ്ഞതുപോലെ എത്ര പേർക്ക് വേണമെങ്കിലും അന്നത്തെ ദിവസം ഒരു അനാഥാലയത്തിലോ അനാഥ ആശ്രമത്തിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാവുന്നതാണ്. ഇനി അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കുറഞ്ഞതൊരു 5 പേർക്കെങ്കിലും അന്നത്തെ ദിവസം ഭക്ഷണം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ വയറ് നിറച്ച് അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലെയുള്ള സ്വർണം, വെള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇനി സ്വർണം, വെള്ളി ഇതൊന്നും വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ട് വരാൻ പറ്റാത്തവർക്ക് വീട്ടിൽ ചെയ്തു വെക്കേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചും ഞാനിതിൽ പറയുന്നുണ്ട്. പിന്നെ സ്വർണം, വെള്ളി മാത്രമല്ല, നമുക്ക് വസ്ത്രം മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലോട്ട് പാത്രങ്ങൾ മേടിക്കാം, ഇലക്ട്രോണിക്സ് ഐറ്റംസ് മേടിക്കാം. ഒപ്പം തന്നെ മഞ്ഞൾ കഷ്ണം, പച്ചമഞ്ഞൾ, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത് മേടിക്കാവുന്നതാണ്. മണമുള്ള പൂക്കൾ വാങ്ങിച്ചു കൊണ്ടുവരാം. ഉപ്പ്, പച്ചരി, പാല്, മധുരം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്ഷയ തൃതീയയുടെ അന്ന് നമ്മൾ ഇതുപോലെയുള്ള മംഗളവസ്തുക്കൾ എന്ത് വാങ്ങിച്ചാലും അത് നമ്മുടെ പൂജാമുറിയിൽ, അതായത് വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് കൊണ്ടുവച്ച് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം എടുക്കാവുള്ളൂ എന്നുള്ളതാണ്. ഏലയ്ക്ക, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, അതേപോലെ പട്ട, ബേ ലീഫ്, ഇങ്ങനെയുള്ള സുഗന്ധ വസ്തുക്കൾ എന്ത് വേണമെങ്കിലും നമുക്ക് മേടിക്കാവുന്നതാണ്. ബ്രാസ്, കോപ്പർ ഇതിലെ വളരെ ചെറിയ എന്തെങ്കിലും വസ്തുക്കൾ മേടിക്കാവുന്നതാണ്. ഇപ്പം വെള്ളിയിലാണെങ്കിൽ 1 ഗ്രാമിൻ്റെയൊക്കെ വെള്ളി നാണയം മേടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൊട്ടിയ പഴയ സ്വർണമോ വെള്ളിയോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി മേടിക്കാം. അങ്ങനെയുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് അക്ഷയ തൃതീയയുടെ അന്ന് ചെയ്യാവുന്നതാണ്. നമ്മൾ അന്നത്തെ ദിവസം വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയാണ് രാഹുകാലം. അതുകൊണ്ട് ആ സമയത്ത് സ്വർണം, വെള്ളി പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കണം. കഴിയുന്നതുമെല്ലാം അന്ന് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. 10-17 ശേഷം വൈകിട്ടൊരു 4:30 മുൻപായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി സ്വർണം, വെള്ളി ഇതൊന്നും മേടിക്കാൻ സാധിക്കാത്തവർ അന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. വളരെ എളുപ്പത്തിലുള്ളൊരു റെമഡിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ചുമന്ന കളറിൽ ക്ലോത്ത് എടുക്കുക എന്നുള്ളതാണ്. അത് പട്ടുതുണിയാവാം, കോട്ടൺ ആവാം, പോളിസ്റ്റർ ആവാം, എന്തുവാകാം. പുതിയതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മളൊരു സ്വസ്തിക് വരയ്ക്കണം. ഒരല്പം കുങ്കുമം എടുത്ത് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ കൊണ്ട് ചാലിച്ച് വലത്തേ കൈയിലെ മോതിര വിരൽ കൊണ്ട് നമ്മൾ സ്വസ്തിക് വരയ്ക്കണം. സ്വസ്തിക് വരച്ചിട്ട് ആ സ്വസ്തിക്കിൻ്റെ 4, അതായത് പുറത്തോട്ട് ഇങ്ങനെ വാല് പോലെ നിൽക്കുന്ന 4 ഭാഗത്തായിട്ട് നമ്മൾ മഞ്ഞൾ വെക്കണം.
മഞ്ഞളെന്ന് പറയുമ്പം ഏറ്റവും നല്ലത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ വീട്ടിൽ മഞ്ഞളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാം, ഇല്ല കടകളിൽ കിട്ടുമെങ്കിൽ കടകളിൽ എടുക്കാം. ഏറ്റവും നല്ലതാണ് പച്ചമഞ്ഞൾ. ഇപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വെളിയിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പച്ചമഞ്ഞൾ കിട്ടിയില്ലെങ്കിൽ ഉണക്കമഞ്ഞളും എടുക്കാം. പക്ഷേ ഫലം കൂടുതൽ പച്ചമഞ്ഞളിനാണ് എന്നതുകൊണ്ടാണ് ഞാൻ പച്ചമഞ്ഞൾ പറഞ്ഞത്. പച്ചമഞ്ഞൾ എടുത്തിട്ട് ആ 4 ഭാഗത്തായിട്ട് പച്ചമഞ്ഞൾ വെക്കുക. പിന്നെ ഒരു ഏലക്കായ എടുക്കുക, ഇച്ചിരി വലിപ്പം കൂടിയ നല്ല പച്ച കളറിലെ ഒരു ഏലക്ക. അത് അക്ഷയതൃതീയയുടെ അന്ന് വാങ്ങിച്ചിട്ട് അതിൽ നിന്നും ഒരു ഏലക്ക എടുക്കുന്നതാണ്. എന്നിട്ട് ആ കറക്റ്റ് ആ സ്വസ്തിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ആ ഒരു ഏലക്ക വെക്കുക. പിന്നെ വേണ്ടത് ഒരു പാക്കാണ്. പാക്കെന്ന് പറയുമ്പോൾ പച്ചപ്പാക്കുണ്ടല്ലോ, നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ താമസിക്കുന്നവർക്ക് കടകളിൽ പോയാൽ കിട്ടും. അതായത് നല്ല പഴുത്ത പാക്ക്, ആ തോട് ഉരിച്ച് കളഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ആ പച്ചപ്പാക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെയല്ല അത് കിട്ടാനില്ലാത്തവർക്ക് ഉണക്കപ്പാക്കാണെങ്കിലും മതി. അതായത് പച്ചമഞ്ഞളും പച്ചപ്പാക്കും ഇത് രണ്ടും കിട്ടാനില്ലാത്തവർക്ക് രണ്ടും ഉണക്കിയെടുത്താലും മതിയാവും. ഇത് നമ്മൾ ആ ഏലക്കായോടുകൂടി ചേർത്ത് വെക്കുക. എന്നിട്ട് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ, അതായത് അക്ഷയതൃതീയയുടെ അന്ന് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യണം. ആ വീഡിയോ ഞാൻ നാളെ ഇടാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം വെക്കുക. ഇനി പൂജകളൊന്നും ചെയ്യാത്തവർക്കും ഇത് ചെയ്തു വെക്കാവുന്നതാണ്. അതിന് ശേഷം മഹാലക്ഷ്മി ദേവിയോട് എനിക്ക് ധനം തരണമെന്നും ഐശ്വര്യം തരണമെന്നും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം അതൊരു കിഴിയായിട്ട് കെട്ടി നിങ്ങൾ എവിടെയാണോ സ്വർണം അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നത് അവിടെയായിട്ട് ഈ ഒരു കിഴി കൊണ്ടുപോയി വെച്ചേക്കുക. അടുത്ത വർഷത്തെ അക്ഷയ തൃതീയ വരെ അത് അവിടെ നനക്കുകയേ ചെയ്യരുത്. ഇപ്പം ക്യാഷ് ബോക്സൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് അവിടെ ക്ലീനാക്കി തിരിച്ച് അവിടെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അക്ഷയ തൃതീയ ദിവസം ചെയ്തു വെച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് 100% ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിന് പച്ചമഞ്ഞളും ഒരു ഏലക്കായും അതേപോലെ തന്നെ പാക്കും പിന്നെ റെഡ് കളറിലെ ഒരു ക്ലോത്തും മാത്രം മതിയാവും. ഇതൊക്കെ എല്ലാവർക്കും അവൈലബിളായി കിട്ടുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പീരിയഡ്സ് വാലായ്മ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യാനായിട്ട് നിൽക്കരുത്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അന്നദാനം ചെയ്യാൻ സാധിക്കും. പീരിയഡ്സ് ആണെങ്കിലും പുലയാണെങ്കിലും വാലായ്മയാണെങ്കിലും നിങ്ങൾക്ക് അന്നത്തെ ദിവസം അന്നദാനം ചെയ്യാൻ പറ്റിയാൽ അതിൽ പരം മഹത്തരമായിട്ടുള്ള മറ്റൊന്നുമില്ല. സ്വർണം മേടിക്കാൻ പറ്റിയില്ല, വെള്ളി മേടിക്കാൻ പറ്റിയില്ല, ഞാനീ പറഞ്ഞ പരിഹാരം ചെയ്തു വെക്കാൻ പറ്റിയില്ല, ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് അന്നദാനം ചെയ്യുക. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക, അവരുടെ അനുഗ്രഹം മേടിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അന്നത്തെ ദിവസം വീടിനടുത്താണെങ്കിൽ അവരെ പോയി സന്ദർശിക്കാൻ ശ്രമിക്കുക. അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യം എന്താണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്നത്തെ ദിവസം അവരുടെ മനസ്സറിഞ്ഞ് അവർ നമ്മളെ അനുഗ്രഹിച്ചാൽ നമ്മുടെ 7 തലമുറകൾ അതുകൊണ്ട് രക്ഷപ്പെടും. നമ്മൾ അന്നത്തെ ദിവസം ഇതുകൊണ്ട്, കാരണം സൂര്യൻ എന്ന് പറയുന്നത് അച്ഛനെയും ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മയെയും കുറിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 12 രാശിയിൽ 4ാം രാശിയായ കർക്കിടകം രാശി സൂചിപ്പിക്കുന്നത് കുലദൈവത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയെയും അന്നത്തെ ദിവസം സന്തോഷിപ്പിക്കാൻ പറ്റും. ഭർത്താവിൻ്റേത് സ്വന്തം അച്ഛനമ്മ ആരുമായിക്കൊള്ളട്ടെ, അതും നമുക്ക് മുഴുവനായിട്ടുള്ള ഐശ്വര്യം തരും. അടുത്തത് ലക്ഷ്മി പൂജ. ലക്ഷ്മി പൂജ വളരെ എളുപ്പമാണ്. മറ്റൊന്നുമില്ല, നമ്മൾ ഈ ഒരു സമയം പാലിക്കണം. അതായത് നാളെ ഞായറാഴ്ച രാവിലെ 10:30 പിറ്റേ ദിവസം തിങ്കളാഴ്ച 7:30 ഇടയ്ക്കുള്ള സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായൊരു സമയം എന്ന് പറയുന്നത് അക്ഷയ തൃതീയയിലെ തൃതീയയും രോഹിണിയും ഒന്നിച്ചു ചേരുന്ന തിങ്കളാഴ്ച രാവിലെ 4:30-ക്കും 7:30-ക്കുമുള്ള ആ ഒരു സമയം. അത് വളരെ ഓസ്പീഷ്യസ് ആണ്. ആ ഒരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം എന്താണോ അതിന് 108 ഏലക്ക കൊണ്ട് മാല ചാർത്തണം. 108 ഏലക്ക നമ്മൾ ചുറ്റി ഇട്ടാൽ മതിയാവും. കാരണം ചെറിയ വിഗ്രഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം അമ്മയ്ക്ക് മുൻപിലിരുന്ന് നമ്മൾ കനകധാരാ സ്തോത്രം ചൊല്ലുക എന്നുള്ളതാണ്. പിന്നെ ദീപങ്ങളൊക്കെ ആസ് യൂഷ്വൽ നമുക്ക് എത്ര വേണമെങ്കിലും തെളിയിച്ചു വെക്കാം ദേവിക്ക് മുൻപിൽ. കനകധാരാ സ്തോത്രം ജപിക്കുമ്പം വെറുതെ സ്തോത്രം മാത്രമായിട്ട് ജപിക്കാം. അങ്ങനെയല്ലെങ്കിൽ 21 നെല്ലിക്ക എടുത്ത് ഓരോ സ്തോത്രം ചൊല്ലുമ്പോഴും ഓരോ നെല്ലിക്ക ദീപമായിട്ട് കൊളുത്തി, അങ്ങനെയാണെങ്കിലും നമുക്ക് നെല്ലിക്ക ദീപം കൊളുത്തി കനകധാരാ സ്തോത്രം ജപിക്കാം. ശേഷം പാൽപ്പായസം നിവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. ദാനധർമ്മത്തിനാണ് നമ്മൾ എപ്പോഴും അക്ഷയ തൃതീയയിൽ മുൻഗണന കൊടുക്കേണ്ടത്. അതേപോലെ നമ്മൾ സ്വർണം മേടിക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ കഴുത്തിൽ അണിയരുത്. പകരം കുറച്ചു നേരം അത് കല്ലുപ്പിൽ വെക്കണം.
ആ സ്വർണത്തിലെ ദോഷം കംപ്ലീറ്റ് ആയിട്ട് പോവാനാണ് കല്ലുപ്പിൽ വെക്കാൻ പറയുന്നത്. അങ്ങനെ കല്ലുപ്പിൽ വെച്ചതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിലും പാലിലും ശുദ്ധമായ ജലത്തിലോ റോസ് വാട്ടറിലോ കഴുകി മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രം അത് കഴുത്തിൽ അണിയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്ഷയ തൃതീയയിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യൂ, തീർച്ചയായിട്ടും ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.